ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയും കേക്ക് തന്നെയാട്ടോ. കേക്കുകളൊക്കെ കുറേയൊക്കെ കഴിച്ചവർക്കറിയാം കേക്കിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്, ഒരു കിഡിലൻ കേക്ക് ഐറ്റമാണ് നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ പ്രിപ്പറേഷനാണ്. പിന്നെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒന്ന് കട്ടായിട്ടുണ്ട്, അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെയാണ്. അപ്പോൾ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, ഇത്രയും എടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗം കട്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ബൗളിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിന് മുൻപ് നമ്മൾ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ് നേരത്തെ കണ്ടത്. അപ്പോൾ ചെറിയ ഒരു ഭാഗം കട്ടായി പോയതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത് കേട്ടോ. പിന്നെ നമ്മളിത് ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചതിലോട്ട് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് വാനില എസൻസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഹാൻഡ് ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. മുട്ട നന്നായിട്ട് ഒന്ന് പതഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബീറ്റർ ഓഫാക്കിയിട്ട് അതിലോട്ട് ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് വീണ്ടും നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് സ്പീഡിലിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മളിത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒഴിക്കാനൊരു പാത്രമാണ്. നമ്മൾ റൗണ്ടിൻ്റെ 8 ഇഞ്ചിൻ്റെ ട്രേ ആണ് എടുത്തത്. അതിലോട്ട് ബട്ടർ പേപ്പർ ഇതുപോലെ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ നമുക്ക് ഇതുപോലെ ആക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതിൻ്റെ മീതെ കൂടെ നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്ത് വീണ്ടും കൊടുക്കണം. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഓയിൽ എടുക്കണം എന്നില്ല, നമ്മൾ നേരത്തെ ഓയിൽ എടുത്ത പാത്രത്തിൽ തന്നെ നമ്മൾ ജസ്റ്റ് ആ ബ്രഷ് ഒന്ന് മുക്കി ചെയ്താൽ മതി. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത്, ഇതുപോലെ ആയിരിക്കും കിട്ടണത്. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് ഓവനിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് നേരത്തെ ഓവൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഓവൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ 150 ഡിഗ്രിയിൽ 35 മിനിറ്റ് നേരമാണ്. അത് വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് ചെയ്യാനായിട്ട് നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയിലോട്ട് 1 കപ്പ് വെള്ളം അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ അടപ്പത്ത് വെച്ച്, പിന്നെ അതിൻ്റെ മീതെ ഞാൻ ഗണാഷ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ആ ഷുഗർ സിറപ്പിൻ്റെ മീതെയാക്കി വെച്ചിട്ട് ഇതുപോലെയാണ് ഗണാഷ് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റിൻ്റെ ഗണാഷ് പ്രിപ്പയർ ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ആ ഒരു ടൈം അത് ചെയ്തതിന് ശേഷം കേക്ക് ബേക്ക് ആവുന്ന ടൈം കൊണ്ട് നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് നന്നായിട്ട് ഫ്രീസ് ചെയ്ത് തണുപ്പിക്കാൻ വെച്ച ബൗളും ബ്ലേഡും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കപ്പ് ക്രീം, അതിലോട്ട് ബൂസ്റ്റ്, ശരിക്കും പറഞ്ഞാൽ 1 ടീസ്പൂണൊക്കെ ബൂസ്റ്റ് മതി. ഞാനിങ്ങനെ അളവ് നോക്കാറില്ല, പെട്ടെന്ന് ഇങ്ങനെ എടുത്തിടും. പിന്നെ അതിലോട്ട് നമ്മൾ 2 രൂപ പാക്കറ്റില്ലേ, അതായത് ബ്രൂ കോഫിയുടെ ആ ഒരു കോഫി പൗഡറും കൂടി ഇടാം. പിന്നെ ബൂസ്റ്റിൻ്റെ അളവ് കൂടി കഴിഞ്ഞാലൊന്നും അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ, നല്ല രുചി തന്നെയാണ് അതിൻ്റെ ക്രീം. ഒരു ഏറ്റവും വെറൈറ്റി ടേസ്റ്റുള്ള ക്രീമാണ് സ്പാനിഷ് ഡിലൈറ്റിൻ്റെ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 5-6 മിനിറ്റ് നേരമൊക്കെ ആയിരിക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും കേട്ടോ ഈ ഒരു ക്രീം വന്ന് കിട്ടണത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ലെയറിൽ വെക്കാനുള്ള നട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് കാരമലൈസ് ചെയ്യാനായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേനും അതിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാമും അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടു. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടതിന് ശേഷം അത് ഒന്നൊരു ഗോൾഡൻ നിറമായിട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഒരു പാത്രത്തിലോട്ട് അത് ഇച്ചിരി ഓയിലോ അല്ലെങ്കിൽ ഇതുപോലെ ബട്ടറൊന്നും ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുത്താൽ മതി. അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും നല്ല കട്ടയായിട്ട് വന്നോളും. ഇങ്ങനെയാട്ടോ ഇത് ചെയ്യണത്. ഈ സാധനം വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ എടുത്തതിൽ ഇച്ചിരി ഒരു ബട്ടർ കൂടി പോയിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കേക്ക് ബേക്കായിട്ട് വന്നു. കേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് കൊണ്ട് കുത്തി കഴിഞ്ഞപ്പോൾ കേക്ക് അതൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ കേക്ക് ബേക്കായിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ തണുപ്പിക്കാൻ വെച്ചു. ആ കേക്ക് തണുക്കാനുള്ള ടൈം കൊണ്ട് നമ്മളിത് ഇതുപോലെ കാരമലൈസ് ചെയ്തെടുത്ത കാഷ്യൂനട്ടും ബദാമൊക്കെ കൂടി മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. നമുക്ക് ലെയറിലിടാനാണ്. ക്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ടേസ്റ്റി ആയിട്ട് ഈ സംഭവത്തിന് ഇത് കണ്ട നമ്മൾ കപ്പലണ്ടി മിഠായിയൊക്കെ മേടിക്കില്ല, ആ ഒരു ഇതാണ് നമ്മൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് കേക്ക് ഐസിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കേക്ക് അതുമേന്ന് ഡിമോൾഡ് ചെയ്തെടുത്തു. അതിൻ്റെ മീതെയുള്ള ബട്ടർ പേപ്പർ മാറ്റി. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് മുകൾ ഭാഗം കുറച്ചൊന്ന് നമ്മൾ ലെയറാക്കി എടുക്കണം. അതായത് മുകൾ ഭാഗം കുറച്ച് കളയണം. അതിന് ശേഷം നമ്മൾ കേക്കിനെ 3 ലെയറായിട്ട് മുറിച്ചെടുത്തു. 3 ലെയറായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നമ്മളെപ്പോഴും ഇതിൻ്റെ വീഡിയോസ് മിക്കപ്പോഴും ഐസിങ് ചെയ്യുന്ന വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ 3 ലെയറായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വെക്കേണ്ടത് കേക്കിൻ്റെ ബോർഡാണ് കേട്ടോ. അപ്പോൾ റൗണ്ട് കേക്കാണെങ്കിൽ റൗണ്ടിൻ്റെയും സ്ക്വയർ ആണെങ്കിൽ സ്ക്വയറിൻ്റെ ബോർഡാണ് എടുക്കണേ.
അപ്പോൾ അതേ കേക്ക് 3 ലെയറായിട്ട് നല്ല ഭംഗിയായിട്ട് 3 ലെയറിൽ ഇച്ചിരി കട്ടിയോടുകൂടിയുള്ള കേക്കായിട്ട് തന്നെയാട്ടോ കിട്ടിയത്. നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ 3 ലെയർ കിട്ടാൻ ഒരു പാടും ഉണ്ടായിരുന്നില്ല. പിന്നെ അതേ നമ്മൾ കേക്കിൻ്റെ റൗണ്ട് ട്രേ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ആ ക്രീം എടുത്ത് കുറച്ച് അതുമേക്ക് ആക്കി കൊടുത്തു. അതിനുശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ഷുഗർ സിറപ്പ് ഇതിൻ്റെ മീതെ ആക്കിയിട്ട് ഇതുപോലെ ആക്കി കൊടുത്തു. ഷുഗർ സിറപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ മീതെ ക്രീമാക്കി കൊടുക്കണം. ക്രീമാക്കി കൊടുത്തിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് നന്നായിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി. അപ്പോഴത്തേനും നന്നായിട്ട് വരും. അതിൻ്റെ മീതെ നമ്മളിത് ക്രഷ് ചെയ്തെടുത്ത ഈ നട്ട്സൊക്കെ കാരമലൈസ്ഡ് നട്ട്സ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം സെക്കൻഡ് ലെയർ വെച്ചു. വീണ്ടും നമ്മൾ ഷുഗർ സിറപ്പ് മീതെ ഒഴിച്ചു കൊടുത്തു. വീണ്ടും ക്രീമാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതെയും നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ക്രഷ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മീതെ ലാസ്റ്റ് ലെയർ കൂടി വെച്ച് കൊടുത്തതിന് ശേഷം അതുമേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ക്രീം അതിൻ്റെ മീതെ ഫുള്ളായിട്ട് ആക്കി കൊടുത്ത് ക്രം കോട്ട് ചെയ്തെടുത്തു കേട്ടോ. ക്രം കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീസറിൽ ഒരു 1 മണിക്കൂർ നേരമെങ്കിലും വെക്കണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീസായി വരണം. അതിന് ശേഷം നമ്മളിത് ബാക്കി ബൗളിലുണ്ടായിരുന്ന ക്രീം നമ്മൾ ഒരെണ്ണം ഒരു പൈപ്പിംഗ് ബാഗിലോട്ടാക്കി നമുക്കതിൻ്റെ ഫിനിഷിങ് ചെയ്തെടുക്കാനായിട്ടാക്കി. ഒരെണ്ണം നമുക്ക് അവർ പറഞ്ഞ ഡിസൈൻ ചെയ്യാനുള്ള നോസിലിൽ അതിലേക്ക് ആഡ് ചെയ്തിട്ടിട്ട് നമ്മൾ ബാക്കി വന്ന ക്രീം അതിലേക്ക് ആക്കി കൊടുത്തു. അപ്പോൾ ഇതേ നമ്മൾ 2 കവറിലേക്ക് ആക്കിയിട്ടാണ് ഇത് ആക്കി കൊടുത്തത്. ഇനി നമ്മൾ ക്രം കോട്ട് ചെയ്തെടുത്ത കേക്കിനെ പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ മീതെ ഇതുപോലെ ആട്ടോ ഞാൻ ലാസ്റ്റ് ഫൈനൽ ഫിനിഷിങ് ചെയ്യണത്. ഇതുപോലെ തന്നെ എല്ലായിടത്തും അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് കറക്കി കൊടുത്താൽ തന്നെ നല്ല സിമ്പിൾ ആൻഡ് നല്ല സൂപ്പറായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ സ്ക്രാപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാപ്പ് ചെയ്തും കൊടുത്തിരുന്നു. അങ്ങനെയാണ് നമുക്ക് അവരൊരു ഫോട്ടോ അയച്ചു തന്ന പോലെയാണ് ചെയ്യണത്. പിന്നെ അതിൻ്റെ മീതെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഗണാഷ് എടുത്തിട്ട് ഒരു സൈഡിൽ ഗണാഷ് ആക്കി കൊടുത്തു. പിറ്റത്തെ അതായത് അപ്പുറത്തെ സൈഡിൽ നമ്മൾ വേറൊരു ഫ്ലവർ നോസിലും കൊണ്ടുള്ള ജസ്റ്റ് പ്രസ് ചെയ്ത് പൊക്കിയെടുക്കുന്ന ഒരു സിമ്പിൾ ഡിസൈനാട്ടോ. പക്ഷേ എലഗൻറ്റ് ലുക്കാണ് അതിന്. ഫൈനൽ ലുക്ക് കണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല ക്ലാസി ആയിട്ടുള്ള എലഗൻറ്റ് ലുക്കാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ചോക്ലേറ്റ് ആക്കി കൊടുത്തതിന് ശേഷം പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്ത് കഴിയുമ്പോൾ തന്നെ അത് സൈഡിൽ കൂടെയൊക്കെ ഒന്ന് ട്രിപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വരും. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഡിസൈൻ. വെറുതെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തൊന്ന് പൊക്കി കൊടുത്താൽ ഈ ഡിസൈൻ വരും. അത് ഫുള്ളായിട്ട് തന്നെ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഒരു ഡിസൈൻ വന്നത്. പിന്നെ നമ്മളിത് ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്ക് വെച്ച് കൊടുത്തു. പിന്നെ കുട്ടിയുടെ പേര് അതും എഴുതി കൊടുത്തു. ഏറ്റവും അവസാനം നല്ല സൂപ്പർ ലുക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഇഷ്ടമായെന്ന് പറയണം. കേക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.